ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 255 പോയിന്റിൻ്റെ ഇടിവോടെ 24,712 എന്നുള്ള ഒരു ലെവലിലാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ 25,000 താഴെ വന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി അതിൻ്റെ വീക്ക്നെസ്സിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. കാരണം ഇന്നലെ റേറ്റ് കട്ട് ഹോപ്പിൻ്റെ ആ ഒരു വാർത്ത ഉണ്ടായിട്ട് പോലും IT സ്റ്റോക്കുകളിൽ മാത്രമാണ് ഒരു മൂവ് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിൽ GST റിഫോംസ്, ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തത്, ഇത്തരത്തിലുള്ള പല പോസിറ്റീവ് വാർത്തകൾ ഉണ്ടായിട്ട് പോലും പ്രതീക്ഷ ഒരു മൂവ് നമ്മൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു തീവ്രത കുറഞ്ഞിരുന്നുവെങ്കിലും ഇന്നലെ അവർ നല്ല തോതിൽ സെല്ല് ചെയ്തായിട്ട് കാണാം. 24,666 കോടിയുടെ ഒരു സെല്ലിംഗ് അവർ ഇന്ത്യൻ ഈക്വിറ്റിയിൽ നടത്തി. പക്ഷെ അവിടെ 3,100 കോടിയുടെ ബൈങ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ചെയ്തതുകൊണ്ടാണ് മാർക്കറ്റ് കുറച്ചെങ്കിലും പിടിച്ചിരുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FII സെല്ലിങ് വമ്പിച്ച ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. 6,550 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് അവർ നടത്തിയത്. എന്നാൽ അവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേ ക്വാണ്ടിറ്റി ഏകദേശം 6,800 കോടിയോളം അവർ ബൈ ചെയ്തതായിട്ടും കാണാം. അപ്പോൾ DIAസിൻ്റെ ഈ ഒരു ബൈങ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ക്രാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ്റെ അപ്പുറത്താകുമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ Q1 ഏർണിങ്സിൽ നമ്മൾ പ്രതീക്ഷ ഒരു ഏർണിങ്സ് റിപ്പോർട്ട് പല കമ്പനികളും കൊണ്ടുവന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ മാർക്കറ്റ് കൂടുതൽ PE ഉയരാൻ അത് കാരണമായി. കാരണം ഏർണിങ്സിന് ആനുപാതികമായിട്ടല്ല പല സ്റ്റോക്കുകളിലും അതിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ വേൾഡിലെ തന്നെ ഹയസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിട്ട് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് പിടിച്ചു നിർത്തുന്നത് ഈ ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ പമ്പിങ് കൊണ്ടാണ്. അതിന് അവരെ സഹായിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ മാർക്കറ്റിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ എത്ര നെഗറ്റീവ് വാർത്തകൾ വന്നാലും അതിനെ ഒരു കുഷ്യൻ പോലെ താങ്ങി നിർത്തുന്നത് ഡൊമസ്റ്റിക് ഇൻഫ്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാനുപാതികമായിട്ട് FIIs ബൈങ് നടന്നിട്ടില്ലെങ്കിൽ DIAസിൻ്റെ ബൈങ് കാരണം മുന്നോട്ട് പോകുന്ന മാർക്കറ്റ് അത് അധികകാലം അവിടെ നിൽക്കില്ല. അത് ഷോർട്ട് ലൈഫ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു മാർക്കറ്റാണ് അവിടെ നമുക്ക് കാണുക. അതാണ് ഇന്നും നമ്മൾ കണ്ടത്. കാരണം GST റിഫോംസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്ന ആ മൂവ്, അതിൽ നിന്നും വലിയ തോതിൽ ബൈങ് നടത്തിയ പല ബിഗ് ഇൻവെസ്റ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിലേഴ്സും ഒക്കെ ഇപ്പോൾ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റ് തന്നെ ഹെവി ആയിട്ടുള്ള ഒരു നെഗറ്റീവ് സ്റ്റാർട്ടോടെയാണ് തുടങ്ങിയത്. കാരണം 25,000 താഴെ എപ്പോഴൊക്കെ നിഫ്റ്റി വരുന്നോ അത് ഒരു നെഗറ്റീവ് ടെറിട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വീക്ക്നെസ് ഉണ്ടാക്കും, അതൊരു ബിയറിഷ്നെസ് ഉണ്ടാക്കും. അതാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. 24,800 വരെ മാർക്കറ്റ് പോയി. എന്നാൽ 800-ൽ അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് പോയി. അപ്പോൾ നാളെ തീർച്ചയായിട്ടും മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രഷ് പൊസിഷൻ എടുക്കുന്നവർ സ്വാഭാവികമായിട്ടും അവർ വളരെ കോഷ്യസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ വന്നതോടുകൂടി വ്യാഴാഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ച ആ ഒരു വോളറ്റിലിറ്റി ഇന്ന് തന്നെ നടന്നിരിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ട്രംപ് ഈ ഒരു 27th എന്നുള്ള ആ ഒരു ഡെഡ് ലൈൻ നാളെയായിരുന്നു എല്ലാവരും ഈ ഒരു താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചത്. പക്ഷേ അത് ഒരു ദിവസം മുമ്പ് തന്നെ ട്രംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ PM മോഡി വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. കാരണം US-ൻ്റെ ഒരു പ്രഷറിന് ഇന്ത്യ വഴങ്ങില്ല എന്ന ശക്തമായ താക്കീത് നൽകിയതോടുകൂടി ഇനിയൊരു നെഗോഷിയേഷൻ്റെ സാധ്യതയില്ല എന്ന് ട്രംപ് മനസ്സിലാക്കി. അപ്പോൾ ഓഗസ്റ്റ് 25, 29 US ട്രേഡ് നെഗോഷിയേറ്റേഴ്സ് ന്യൂഡൽഹി വിസിറ്റ് ചെയ്യുമെന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. അതും അവർ പൂർണ്ണമായിട്ട് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഒരു ഡ്രാഫ്റ്റ് നോട്ടീസ്, യഥാർത്ഥത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി USA അവർ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 50% താരിഫ് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇപ്പോൾ ബുധനാഴ്ച 12 AM എന്നുള്ള ആ ഒരു ടൈം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സമയം 9:31 PM മുതൽ ഈ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഈ ഒരു നോട്ടീസ് പ്രാബല്യത്തിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ 50% താരിഫ് ഒരു ടേൺ എടുക്കാതെ ട്രംപ് ഓൾറെഡി നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസ് ഹൈ ലെവലായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു താരിഫിൻ്റെ ഇമ്പാക്റ്റ് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നതുമായിട്ടുള്ള അതിൻ്റെ സ്ട്രാറ്റജി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല മീറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കമും പ്രതീക്ഷിച്ചത് കൊണ്ട് കൂടിയാണ് മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റ് ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള സെൽ ഓഫ് നമ്മൾ കണ്ടത്. ഇതുകൂടാതെ റൂപ്പി ഇന്ന് വളരെയധികം വീക്കായിരുന്നു. 87.78 എന്ന ലെവലിലൊക്കെയാണ് US ഡോളറിനെതിരെ റൂപ്പിയുടെ വാല്യൂ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു വീക്ക് കറൻസി കൂടി FII സെല്ലിങ്ങിന് കാരണമായിട്ടുണ്ട്. ഇതുകൂടാതെ ഡോളറിലും കാര്യമായ വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇന്നലെ എടുത്ത മറ്റൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. ഫെഡറൽ റിസർവ് ഗവർണറായിട്ടുള്ള ലിസ കുക്കിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു തീരുമാനം.
അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള മോർട്ടഗാഗ് ഫ്രോഡ്, അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ട്രംപ് നടത്തിയത്. അത് US ഫെഡ് സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും കൂടിയുണ്ട്. മൊത്തത്തിൽ ഇന്നലെയൊക്കെ US മാർക്കറ്റും വേൾഡ് വൈഡ് മാർക്കറ്റൊക്കെ നെഗറ്റീവിലാണ് പല മേജർ ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ട്രംപ് സൃഷ്ടിക്കുന്ന ഇത്തരം അനിശ്ചിതത്വം അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമായിട്ടും ഗ്ലോബൽ ട്രേഡ് കമ്മ്യൂണിറ്റിയിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ചില രാജ്യങ്ങളോട് സബ്സീക്വൻ്റ് അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും ഓൾറെഡി മുഴക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴും അതിനൊക്കെ ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് എന്ന ഒരു വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 4ഓളം പുതിയ സ്റ്റോക്കുകൾ IPO വഴി ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. അതിലൊന്ന് വിക്രം സോളാർ ആയിരുന്നു. വിക്രം സോളാറിൻ്റെ IPO പ്രൈസ് 332 ആയിരുന്നു. സ്റ്റോക്ക് NSEയിൽ ലിസ്റ്റ് ചെയ്ത് 338 എന്ന ലെവലിലായിരുന്നു. പക്ഷെ അതിനുശേഷം മാർക്കറ്റിൽ ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് നടന്നതായിട്ട് കാണാം. അപ്പോൾ നേരിയ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിലും പിന്നീട് 7% ഒരു റാലി സ്റ്റോക്കിലുണ്ടായി. അതേപോലെ മറ്റൊരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത് ജം അറോമാറ്റിക്സ് ആണ്. ഇതിൻ്റെ IPO പ്രൈസ് 325 ആയിരുന്നു. സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത് 333 എന്നുള്ള ഒരു ഗെയിനോട് കൂടിയായിട്ടാണ്. പക്ഷെ പിന്നീട് ഈ സ്റ്റോക്കിൽ ഒരു സെൽ ഓഫ് ആണ് നടന്നത്. 319 ഫൈനലായിട്ട് ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ IPO പ്രൈസിനേക്കാളും താഴെ ആണ് നിലവിലിപ്പോൾ ഇതിൻ്റെ ട്രേഡ് നടക്കുന്നത്. വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നേടിയത് പട്ടേൽ റീറ്റെയിലാണ്. അവർ 13% ഒരു ഗെയിനോട് കൂടിയാണ് ലിസ്റ്റ് ചെയ്തത്. 225 എന്നതായിരുന്നു IPO പ്രൈസ്. 305 എന്ന പ്രൈസിലാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. പിന്നീട് അത് താഴോട്ടേക്ക് വന്ന് 257 എത്തിയതായിട്ട് കാണാം. എങ്കിലും ഓവറോൾ 12% ഒരു റാലി അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ശ്രീജി ഷിപ്പിംഗ് ഗ്ലോബലാണ്. ഇതിൻ്റെ IPO പ്രൈസ് 252 ആയിരുന്നു. 271 എന്ന പ്രൈസിലായിരുന്നു ലിസ്റ്റ് ചെയ്തത്. ഒരു ലിസ്റ്റിംഗ് ഗെയിൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 255 എന്ന പ്രൈസിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 4 സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ളൊരു ലിസ്റ്റിംഗ് ഗെയിൻ നേടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളായിരുന്നു. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ആ ഒരു കണ്ടീഷൻ ഈ സ്റ്റോക്കുകളുടെ ലിസ്റ്റിങ്ങിനെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും വിക്രം സോളാർ ലിസ്റ്റിങ്ങിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയതായിട്ട് കാണാം. കാരണം ഈ ഒരു 4 IPOകളിൽ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന IPO വിക്രം സോളാറിൻ്റെതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ തീർച്ചയായിട്ടും അതിൽ ബൈങ് നടത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് പങ്കുവെക്കാനുള്ളത്. വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.